നമസ്കാരം, ബിസിനസ് ഡയലോഗിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിലെ യുദ്ധകാഹളം ഇന്ന് കേരളത്തിലെ അടുക്കളകളിലും പ്രതിധ്വനിക്കുകയാണ്. ലോകത്തിൻ്റെ ഇന്ധനസ്ഥിരയായ ഹോർമൂസ് കടലിടുക്കിൽ യുദ്ധം മൂലം കപ്പലുകൾ തടയപ്പെട്ടതിൻ്റെ പ്രത്യാഘാതം നമ്മളും അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. സംസ്ഥാനത്ത് പാചകവാതക വിതരണം താറുമാറായിരിക്കുന്നു. ഹോട്ടലുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. സാധാരണക്കാരൻ്റെ വീട്ടിൽ അടുപ്പ് പുകയുമോ എന്ന ആശങ്ക ബാക്കിയാണ്. ഇന്ത്യയിലേക്കുള്ള 2 LPG കപ്പലുകൾ ഇപ്പോൾ കടത്തിവിട്ടു എന്നത് ആശ്വാസകരമായൊരു വാർത്തയാണെങ്കിലും ഈ താൽക്കാലിക ആശ്വാസം കൊണ്ട് നമ്മുടെ പ്രതിസന്ധി തീരുമോ? ഇറക്കുമതിയെ മാത്രം ആശ്രയിക്കുന്ന നമ്മുടെ ഊർജ്ജ മേഖല എത്രത്തോളം സുരക്ഷിതമാണ്? ഈ വിഷയമാണ് ഇന്ന് ബിസിനസ് ഡയലോഗ് ചർച്ച ചെയ്യുന്നത്. LPG ക്ഷാമം കേരളത്തെ പട്ടിണിയിലാക്കുമോ? ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നത് BJP പ്രതിനിധി അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ്, ഭാരത് ഗ്യാസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനിൽ നിന്ന് ബാബു ജോസഫ് K, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനിൽ നിന്ന് B. മധുസൂദനൻ നായർ, ഹോട്ടൽ ഉടമയായ ഷൗക്കത്ത് KK എന്നിവർ. ആദ്യം അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ്, ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഇന്ധന ഇറക്കുമതിയെ ഇന്ത്യ 60% ആശ്രയിക്കുന്നുണ്ട്. സാഹചര്യം ഇത്ര വഷളാക്കിയത് ഇന്ത്യയുടെ നയപരമായ ഒരു പാളിച്ചയല്ലേ? നമ്മുടെ രാജ്യത്തിന് മാത്രമാണ് ഹോർമൂസ് കടലിടുക്കിലൂടെ ഇത്രയും ടെൻഷനുള്ള കാലഘട്ടത്തിലും നമ്മുടെ കപ്പലുകൾക്ക് സ്വതന്ത്രമായി വരാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മറ്റ് പല നമ്മുടെ കപ്പലുകൾക്ക് മാത്രമല്ല, ചൈനീസ് കപ്പലുകളെ കടത്തിവിട്ടു, ബംഗ്ലാദേശിലേക്കുള്ള കപ്പലുകൾ കടന്നു പോയിട്ടുണ്ട്. ഇന്ത്യയുടേത് മാത്രമല്ല. അല്ല, ഇന്ത്യയുടേത് മാത്രമാണെന്നല്ല ഞാൻ പറഞ്ഞത് ഇന്ത്യയടക്കമുള്ള പ്രധാനപ്പെട്ട പല രാജ്യങ്ങളിലേക്കും, പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഇറാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമേരിക്കൻ ഇസ്രായേൽ സംഘർഷം ഉടലെടുത്തതിന് ശേഷം ഇറാന് ശത്രുതാപരമായ ഒരു മനോഭാവം പുലർത്താൻ കഴിയാത്ത രാജ്യങ്ങളിലേക്കെല്ലാം അവർ കടത്തിവിടുന്നുണ്ട്. നമ്മുടെ രാജ്യത്തേക്കും അതനുസരിച്ചിട്ടുള്ള കപ്പലുകൾ കടന്നു വരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. നമ്മുടെ രാജ്യത്തേക്കും ഇന്ധന ടാങ്കുകളുമായി കപ്പലുകൾക്ക് സ്വതന്ത്രമായി വരാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. എത്രയോ വലിയ ഒരു ടെൻഷൻ മേഖലയിലൂടെയാണ് കപ്പലുകൾ കടന്നു വരേണ്ടത് എന്നുള്ളത് നമ്മുടെ രാജ്യത്തിലെ ആളുകളും ആശങ്കയോടുകൂടി നോക്കിക്കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ മലയാളികളടക്കമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ, പ്രത്യേകിച്ച് ഗൾഫ് മേഖലകളിൽ തൊഴിലെടുക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ എത്രയോ അവരുടെ ജീവിതം തന്നെ വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്കുള്ള ടെൻഷനാണ് ആ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ച് പ്രധാനമായും ഉണ്ടാകുന്നത് ഹോർമൂസ് കടലിടുക്ക് കടന്ന് നമ്മുടെ രാജ്യത്തേക്ക് LPGയുമായി വരാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് നമ്മുടെ ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധിക്ക് ഒരു ആശ്വാസമാകുമെന്ന് മാത്രമല്ല, നമ്മൾ ഓൾട്ടർനേറ്റീവ് മെത്തേഡിലേക്ക് കൂടി പോകുന്നൊരു സാഹചര്യം ഉണ്ടാകണം. ഒന്ന്, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ രാജ്യത്തെ LPGയുടെ ഉപഭോഗം, ഉദാഹരണത്തിന് 2014 കാലഘട്ടത്തിലെല്ലാം ഉണ്ടായിരുന്നത് ഏകദേശം 14.5 കോടിയോളം വരുന്ന LPG ഉപഭോക്താക്കളാണ്. ഇന്നത് 34-35 കോടിയിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പം നമ്മുടെ രാജ്യത്തെ LPG ഉപഭോഗം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ ഏതാണ്ട് 3 ഇരട്ടിയായി മാറിയിരിക്കുന്നു അതിന്റെ സാഹചര്യം എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ലഭ്യതയും നമ്മുടെ ആവശ്യകതയും രണ്ടും കണക്കാക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധി, അത് നമ്മുടെ രാജ്യത്തിന് മാത്രമുള്ളതല്ല, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും, പ്രത്യേകിച്ച് ഗൾഫ് മേഖല അടക്കമുള്ള രാജ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ നേരിടുകയാണ്. അപ്പൊ സ്വാഭാവികമായും അതിന്റെ പ്രശ്നങ്ങൾ നമുക്ക് നേരിടുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിലും അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലുകൾ, സർക്കാരുകളുടെ ഇടപെടലുകളെല്ലാം നയതന്ത്ര മേഖലയിൽ നടക്കുന്ന ചർച്ചകളുടെയും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ മേഖലകളിലും അതിനുള്ള സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നു. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശാവഹമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഇറാന്റെ ഭാഗത്ത് നിന്നാണെങ്കിലും
നമ്മുടെ രാജ്യത്തേക്ക് റഷ്യയിലെ നിന്നാണെങ്കിലും മറ്റു രാജ്യങ്ങളിൽ നിന്നാണെങ്കിലും കടന്നു വരേണ്ട പ്രകൃതിവാതവുമായി ബന്ധപ്പെട്ട് അത് LNG കാര്യത്തിലാണെങ്കിലും ഒക്കെ നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു ഒരു പ്രതിസന്ധി കടന്ന് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. മറ്റൊന്ന് നമ്മൾ LNG കാര്യം, ഈ യുദ്ധം രൂക്ഷമായിരിക്കുന്ന സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേലിൽ പോവുകയും അവിടുത്തെ പ്രധാനമന്ത്രി ചർച്ച നടത്തുകയും ചെയ്തത് ഇറാനെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്ന വിമർശനം പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. അത് ആ നയതന്ത്രം തെറ്റിപ്പോയി എന്ന് കരുതുന്നുണ്ടോ ജെയിംസ്? അത് വെറുതെ നമ്മുടെ വാട്സപ്പുകളിലും ഫേസ്ബുക്കിലും വരുന്ന ആളുകളുടെ ചർച്ചകൾ മാത്രമാണ്. പ്രധാനമന്ത്രി പോയത് അപ്പോഴല്ലല്ലോ. പ്രധാനമന്ത്രി പോയത് ആ യുദ്ധം തുടങ്ങുന്നതിന് മുൻപാണ്. പ്രധാനമന്ത്രി പോയി ഏകദേശം ഒരു 4-5 ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഈ സ്ഥിതിവിശേഷത്തിലേക്ക് ഇസ്രായേലുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. പ്രധാനമന്ത്രി പോകുന്നതിന് യുദ്ധസമയത്തല്ലല്ലോ പ്രധാനമന്ത്രി പോകുന്നത്. അപ്പൊ അതൊക്കെ ഒരു നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചർച്ചകൾ ഉണ്ടാക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്തൊന്നും അതിന് പ്രസക്തിയില്ല. പ്രധാനമന്ത്രി പോയതുമായി അതിന് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളത് മാത്രമല്ല, അതിന്റെ കാരണവും അതല്ല. അപ്പൊ സ്വാഭാവികമായും നമുക്ക് ചർച്ചകൾ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് സോഷ്യൽ മീഡിയയിൽ എന്തും പറയാം എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് അതിനൊന്നും യാതൊരു പ്രസക്തിയും ഇല്ല. നമ്മുടെ രാജ്യം ഇസ്രായേലുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും അമേരിക്കയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും ഇറാനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും വലിയ സംഘർഷങ്ങൾ നടക്കുന്ന മേഖലയിൽ എല്ലാ രാജ്യങ്ങളിലും നയതന്ത്ര മേഖലയിൽ നമ്മൾ എടുത്തിട്ടുള്ള നിലപാടുകൾ, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ നമ്മൾ എടുത്തിട്ടുള്ള നിലപാടുകൾ, അതെല്ലാം ആ രാജ്യങ്ങളിലെ അവിടുത്തെ രാഷ്ട്രത്തലവന്മാരാണെങ്കിലും ആ രാജ്യത്തെ ഗവൺമെന്റുകളാണെങ്കിലും ഒക്കെ വളരെ സ്വാഗതാർഹമായി നിലപാട് സ്വീകരിച്ചിട്ടുള്ളതാണ്. ഉദാഹരണത്തിന് ഇറാനുമായി നമ്മൾ സ്വീകരിച്ചിട്ടുള്ള നിലപാട്, ഇറാൻ എത്രയോ സ്വാഗതം ചെയ്തിട്ടുള്ള ഒരു നിലപാടാണ് ഇന്ത്യയുടേത്. ഇറാന്റെ യുദ്ധക്കപ്പലിന് അവരുടെ കപ്പലിന് നമ്മൾ സംരക്ഷണം നൽകി എന്നുള്ളതും അവരുടെ കപ്പൽ കൊച്ചിയിൽ നങ്കൂരിടാനുള്ള അവസരമുണ്ടാക്കി എന്നുള്ളതൊക്കെ ഇറാൻ എത്രയോ ശ്ലാഘനീയമായി കണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയമാണ്. സ്വാഭാവികമായും ഇറാനുമായി ദീർഘകാലത്തെ ബന്ധം ഇന്ത്യ വെച്ചു പുലർത്തുന്നുണ്ട്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ബി മധുസൂദനൻ നായർ, LPG ക്ഷാമം ഹോട്ടൽ മേഖലയെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്? ഹോട്ടൽ മേഖലയെ വളരെയധികം ബാധിച്ചിട്ടുണ്ട്. ഏകദേശം തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റാണ് ഞാൻ, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ജില്ലാ പ്രസിഡന്റാണ് ഞാൻ. ഇവിടെ ഏകദേശം 40-50% ഹോട്ടലുകൾ പൂട്ടിക്കഴിഞ്ഞു. ഇന്നലെയും ഇന്നുമായിട്ട് ഒരു 10% കൂടെ കൂടും. അങ്ങനെ ഒരു 70% ഹോട്ടലുകൾ പൂട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? കേന്ദ്ര സർക്കാർ ആദ്യം അവർ പറഞ്ഞത് 70 ദിവസത്തെ സ്റ്റോറേജ് ഉണ്ടെന്നാണ്. ഈ 70 ദിവസം പോയിട്ട് 7 മണിക്കൂർ പോലും സ്റ്റോറേജ് ഇല്ലായിരുന്നു. ഈ 7 മണിക്കൂർ ഒരു ദിവസം കഴിഞ്ഞപ്പോഴേണ് ഞങ്ങൾക്ക് ഷോർട്ടേജ് തുടങ്ങി. എന്റെ ഷോപ്പില് മറ്റുള്ള ഷോപ്പിൽ 5 സിലിണ്ടർ 6 സിലിണ്ടർ തരുന്ന സ്ഥലത്ത് 1 സിലിണ്ടർ തന്ന എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ചെറുകിട ഹോട്ടലുകാര് ഇതില്ലാതെ വരും 1/2 സെന്റ് 1 സെന്റ് ഉള്ള ഹോട്ടലിൽ ഈ സിലിണ്ടർ ഇല്ലാതെ വിറക് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമുള്ള ഹോട്ടലുകളാണ് ഏകദേശം 99% തിരുവനന്തപുരം ജില്ലയില്. കേരളത്തിലുള്ള എത്രയോ ലക്ഷം ഹോട്ടലുകളാണുള്ളത്. അതിലുപരിയായിട്ട് ഒരു ഹോട്ടലിൽ 15 തൊഴിലാളി 20 തൊഴിലാളി അനുസരിച്ചാണെങ്കിൽ എത്ര ലക്ഷം തൊഴിലാളികളാണ്, അവരുടെ കുടുംബങ്ങൾ എത്ര പേരാണ്? ഇതൊന്നും സർക്കാർ കാണുന്നില്ലേ? അവരെന്താണ് ഇതിനൊരു നടപടി സ്വീകരിക്കാത്തത്? കരിഞ്ചന്തയാണ്. ഒരു സിലിണ്ടറിന് ഇത്ര രൂപ എന്ന് കൂട്ടി അവര് ഓഫർ ചെയ്താണ് ഇപ്പം ഓരോന്ന് ചെയ്യുന്നത്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഞങ്ങൾ 19-ാം തീയതി നാളെ പനമ്പള്ളിയിലുള്ള ഇവരുടെ പെട്രോളിയം കമ്പനി പിക്കറ്റിംഗ് ഏർപ്പെടുത്തിയിരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ 11 മണിക്ക് അവരുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അത് മാറ്റിവെച്ചു. നാളത്തെ ഒരു ദിവസം കൊണ്ട് ഒരു തീരുമാനം എടുക്കാമെന്ന ഒരു വാക്കാൽ ഉറപ്പ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 23-ാം തീയതി കേരളത്തിലുടനീളം ഹോട്ടലുകൾ അടച്ചുകൊണ്ട് ഞങ്ങൾ സമരം സൂചനാ പണിമുടക്ക് നടത്തുകയാണ്. സൂചന മാത്രം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആലോചിക്കും എന്ത് ചെയ്യണമെന്ന്. വളരെ കഷ്ടത അനുഭവിക്കുന്ന ഹോട്ടലുകാരാണ്. ഈ ഹോട്ടലിൽ ഉടമസ്ഥൻ മാത്രമല്ലല്ലോ, ഒരു ഹോട്ടലിൽ ഏകദേശം 15, 20, 25 സ്റ്റാഫുകൾ കാണും. അവരുടെ കുടുംബങ്ങള് എല്ലാം പട്ടിണിയാവുകയാണ്. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വയ്ക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പോ എന്ന് ചിന്തിച്ചു നോക്കിക്കോളൂ. അതാണ് ഇവിടെ വേണ്ട. അതിനുള്ള സംവിധാനം ഉണ്ടാക്കി തരണം.
എല്ലാ മേഖലയിലും അതിനുള്ള സപ്പോർട്ട് ചെയ്യുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈ ഹോട്ടലുകളെ മാത്രം എന്തുകൊണ്ട് ഒഴിവാക്കുന്നു എന്ന് ഞങ്ങൾക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. ശരിയാണ്, തീർച്ചയായും അതാണ് ഞങ്ങളുടെ ആവശ്യം. എന്താണ് ഇതിനുള്ള കാര്യം? തീർച്ചയായും ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ട് ഒഴിവാക്കുകയാണോ? ശരി, വ്യക്തമാണ്. താങ്കളുടെ ആവശ്യം തികച്ചും ന്യായമായ ആവശ്യമാണ്. ഹോട്ടലുകൾ മുമ്പോട്ട് പോകേണ്ടതുണ്ട്. ഹോട്ടലുകൾക്ക് ആവശ്യത്തിനുള്ള ഇന്ധനം എത്തിക്കാൻ സർക്കാരുകൾക്ക് ബാധ്യതയുമുണ്ട്. ശ്രീ ഷൗക്കത്ത് കെ, ഈ LPGയുടെ ലഭ്യതക്കുറവ് താങ്കളുടെ ഹോട്ടലിൻ്റെ പ്രവർത്തനത്തെ എത്രത്തോളം ബാധിക്കുന്നുണ്ട്? ഹലോ, കേൾക്കാമോ? ഹലോ, കേൾക്കാം. പറയൂ. ഞങ്ങളെ ഹോട്ടലിൽ ബാധിക്കുന്ന ഇപ്പൊ ഞങ്ങൾ ഏകദേശം ഒരു 40% വരെ ഇതിനെ ബാധിക്കുന്നുണ്ട് നല്ലവണ്ണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോ 2-3 ഐറ്റംസ് ഇപ്പോ നമുക്ക് പൊറാട്ട എന്ന് പറഞ്ഞാൽ കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ്. അതിപ്പോ ഞങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ ബ്ലോക്ക് ചെയ്തു. അതിപ്പോ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. പിന്നെ അതിനൊരു ബദൽ സംവിധാനം ഞങ്ങൾ ഇത്ര രൂക്ഷമായ രീതിയിൽ ഒരു അവസ്ഥ ഇപ്പൊ വരും നമ്മൾ ആരും കരുതിയതുമില്ല. പിന്നെ ഒരുപാട് ഐറ്റങ്ങൾ ഞങ്ങൾ ക്ലോസ് ചെയ്യും. ഞങ്ങൾക്കിപ്പോൾ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബിരിയാണി അങ്ങനെ കുറഞ്ഞ ഐറ്റങ്ങൾ മാത്രം കൊടുക്കുക. അപ്പൊ മുമ്പ് ഉണ്ടായിരുന്ന സ്റ്റാഫുകളെ ഞങ്ങൾ എന്ത് ചെയ്യണം എന്നിപ്പോൾ അവരെ റൂമിൽ ഇരുത്താൻ പറ്റിയില്ല, നാട്ടിലേക്ക് വിടാൻ പറ്റില്ല. ഇപ്പോൾ നമ്മളെ കൂടെ എപ്പോഴും നിന്ന സ്റ്റാഫുകളെ നമ്മൾ കൂടെ കൂട്ടണമല്ലോ. എന്നപ്പോൾ അവരെന്ത് ചെയ്യും, അവരെ നിർത്തിക്കൊണ്ട് നമ്മളെ കൈമന്ന് തന്നെ സാലറി എടുത്തിട്ട് അവർക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം, ക്യാഷ് എടുത്ത് കൊടുത്തുകൊണ്ടിരിക്കണം. അതാണ് ഞങ്ങളെ സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഒന്നാമത് ഈ റമദാൻ മാസം എന്ന് വെച്ചാൽ നമ്മളെ ബിസിനസ് ഓൾറെഡി ഒരു 50% കുറയുന്ന ടൈമിലാണ്. അതിന് ലേശം ഒരു മെച്ചപ്പെട്ട രീതിയിലേക്ക് വരിക അതിന്റെ ലാസ്റ്റ് സമയത്താണ് കുറച്ച് സെയിൽ കൂടി വരിക. ആ ടൈമിലാണ് ഇപ്പോൾ ഈ ക്ഷാമം ഉണ്ടായത്. ഈ മാസം തന്നെ 115 രൂപന്റെ മുകളിൽ LPG പിന്നെയും കൂട്ടി ഈ മാർച്ച് മാസം തന്നെ. അപ്പോൾ അതിങ്ങനെ തരണം ചെയ്തുകൊണ്ട് പിന്നെയും ഇത് ഈ ക്ഷാമം കൂടി വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഒന്നാമത് എന്താണ് പ്രശ്നം, ഞങ്ങൾ സാലറി ഇനത്തിൽ വലിയൊരു ലോസ് വരും. ഇപ്പോൾ ഉള്ള സംഗതി തന്നെ സർവൈവ് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്കൊരു 2-3 മാസം നല്ല ലാഭത്തിൽ ഓടിയാൽ മാത്രമേ ഇനി ചെയ്യാൻ പറ്റൂ. ഒന്നാമത് എന്താ, ഞങ്ങളിപ്പോൾ പിന്നെ നല്ല രീതിയിൽ ഇപ്പോൾ ഫുഡ് ആൻഡ് സേഫ്റ്റിന്റെ പിന്നെ അവരുടെ നിയമങ്ങളൊക്കെ പാലിച്ച് ഹൈജീനിക്കായി ചെയ്യണമെങ്കിൽ ഞങ്ങൾക്കിപ്പോൾ ആ രീതിയിലുള്ള കിച്ചണാണ് ഞങ്ങളിപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് വിറകിന്റെ ഇത് വെക്കുമ്പോൾ ഒന്നായിട്ട് വൃത്തികേടാവും. അതുകൊണ്ട് അതിനൊരു ബദൽ ആൾട്ടർനേറ്റീവായിട്ട് ചെയ്യണമെങ്കിൽ അതിനുള്ള സൗകര്യം ഒട്ടുമിക്ക ഹോട്ടലുകളും ഇല്ല. ഞങ്ങളുടെ ഏരിയയിലൊക്കെ ഒരുപാട് ഹോട്ടലുകൾ കൂട്ടിക്കൊണ്ട് ഇപ്പം ഞങ്ങളിപ്പോൾ നിലവിലുണ്ട്. പക്ഷെ എത്ര ദിവസം കൂടി മുമ്പോട്ട് പോകുമെന്ന് അറിയത്തില്ല. ഒന്നാമത് ഈ വിറകുവിന്റെ ലഭ്യതയുണ്ട്. ഇപ്പോൾ ഒന്നാമത് കരിഞ്ചന്ത എല്ലാ മേഖലയിലും വന്നു. വിറകിനും ഇപ്പൊ നല്ല വിലയാണ്. ആദ്യം കിട്ടിയ മാതിരിയല്ല. ഇപ്പൊ ടണ്ണിന് 5000-6000 രൂപയ്ക്ക് വാങ്ങുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കുറച്ച് വിളകിന് ചേരിയായാലും ചിരട്ടയായാലും എല്ലാത്തിനും വില കൂടി. അപ്പോൾ ഈ ഗ്യാസ് തന്നെ വന്നാലേ നമ്മളെ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകും. ഞങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്ന തൊഴിലാളികൾ, അവരെ ഫാമിലി, ഇപ്പൊ ഞങ്ങളെ പിന്നെ സാറ് മധുസൂനേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളെ ഒരു പരിഗണന ഇല്ലാത്ത രീതിയിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഞങ്ങളോട് പെരുമാറുന്നു എന്നുള്ളതിന്റെ തെളിവ് എല്ലാവർക്കും അറിയാം. എറണാകുളത്ത് തന്നെ ഏതാണ്ട് 60%-ലധികം ഹോട്ടലുകൾ അടച്ചുപൂട്ടി കഴിഞ്ഞു. താങ്കളുടെ ഹോട്ടലിൽ ഒരു ദിവസം എത്ര കുറ്റി ഗ്യാസ് ആണ് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്? സാധാരണഗതിയിൽ 3 കുറ്റി 3 കുറ്റി എന്തായാലും ഉപയോഗിക്കും ആ രീതിയിൽ. അപ്പൊ ഞങ്ങൾക്കിപ്പോ ഇത് നിന്നിട്ട് ഇപ്പൊ 3 ദിവസമായി, ഇതേ വന്നിട്ടില്ല. ഇപ്പൊ ലാസ്റ്റ് ദിവസം പിന്നെ ഞങ്ങൾക്ക് 1 കുറ്റിയാണ് കിട്ടിയത്. അപ്പൊ അതിനെ കൊണ്ടൊന്നും നിന്ന് പോവില്ലല്ലോ. അപ്പൊ എല്ലാ ഇതൊന്നും ഗ്യാസിൽ തന്നെ ആണല്ലോ. ആ ഒരു ബുദ്ധിമുട്ട്. ഇതിന് മറ്റൊരു സംവിധാനം കണ്ടെത്താനുള്ള യാതൊരു സാധ്യതയും ഇല്ലേ? ഗ്യാസ് അല്ലാതെ വിറകുമല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. ഗ്യാസ് അല്ല, വിറകല്ലാതെ പിന്നുള്ളത് പിന്നെ കറണ്ടിന്റെ ആണ്, ഇലക്ട്രിസിറ്റിന്റെ ആണ്. അതൊന്നും ഇപ്പൊ പിന്നെ ഇപ്പൊ നമുക്ക് ബൾക്കായിട്ടുള്ള സംഗതികൾക്ക് പിന്നുള്ളത് ആ സംഗതികൾക്കൊന്നും നമ്മൾ കരുതിയിട്ടില്ലല്ലോ. ഇതിപ്പോ നമ്മളതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ തന്നെ ഇപ്പോ വിറകിന്റെ ബ്ലോവറുള്ള അടുപ്പുകൾക്ക് നമ്മൾ സമീപിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുക്കിംഗ്, 20-25 ദിവസം അവർ ബുക്ക് ചെയ്തിടുക. എല്ലാവരും അതിലേക്ക് കയറിയത് കൊണ്ട് അവരും ടൈറ്റാണ്. പിന്നെ ഇപ്പോൾ അവർ പറയുന്ന പൈസ കൊടുത്ത് വാങ്ങേണ്ട ഒരു ഗതികേട് വരുന്നുണ്ട്. കാരണം അവർ ആദ്യം മുമ്പിൽ പിന്നെ ഞങ്ങളെ തേടി ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പൊ ഞങ്ങൾ അങ്ങോട്ട് തേടി പോകുമ്പോൾ അവർക്ക് ഓർഡർ കൂടിയിട്ട് അവർക്കും കൊടുക്കാൻ പറ്റുന്നില്ല. വ്യക്തമാണ്. ശ്രീ ബാബു ജോസഫ്, കടൽ മാർഗമുള്ള വിതരണം തടസ്സപ്പെടുമ്പോൾ അത് പ്ലാന്റുകളിലെ സ്റ്റോക്കിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്? ഇപ്പോൾ ഈ കഴിഞ്ഞ ഏകദേശം 10 ദിവസത്തോളമായിട്ട് LPG കൊടുത്തതിന് റിപ്ലനിഷ് ചെയ്യാൻ മാത്രമുള്ള ഒരു ടണ്ണേജ് വന്നിട്ടുള്ളൂ. മറ്റത് ബാക്കി വന്ന ഒരു ഷിപ്പ് ക്രൂഡ് ഓയിലാണ്. അത് റിഫൈൻ ചെയ്ത് അതിൻ്റെ പ്രോസസ്സിൽ കൂടി LPG ആയി വരുമ്പോൾ അതിന് കുറച്ച് സമയം എടുക്കുമായിരിക്കും.
ഇവിടെ LPGയുടെ ലഭ്യത വീടുകളിലേക്ക്, ഹൗസ് ഹോൾഡ്സിലേക്ക് മാത്രമായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ ഉള്ളത്. ഇന്ത്യയിൽ 35 കോടി ഹൗസ് ഹോൾഡ് കണക്ഷൻസ് ആണുള്ളത്. ഒരു വീട്ടിൽ 3 മെമ്പേഴ്സ് വെച്ച് കണക്കാക്കിയാൽ 100 കോടി ജനങ്ങൾക്ക് ഇപ്പോൾ LPG വേണം. അതിനാലാണ് ഇത് ഗവൺമെൻറ് ഹോട്ടലുകൾക്ക് കൊടുക്കാതെ ഹൗസ് ഹോൾഡ് കണക്ഷൻസ് മാത്രമായിട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഞങ്ങൾക്കൊക്കെ സങ്കടമുണ്ട്. കാരണം ഞങ്ങളുമൊക്കെ ഒത്തിരി വലിയ നിലയിൽ വലിയ കാര്യമായിട്ട് കൊമേഴ്ഷ്യൽ സിലിണ്ടർ വിൽക്കുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ്. ഞങ്ങളുടെ ഇൻകത്തിൻ്റെ നല്ലൊരു ഭാഗം തന്നെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ എങ്കിലും ഗവൺമെൻറ് പറയുന്നതനുസരിച്ച് ചെയ്യാൻ ബാധ്യസ്ഥരായിട്ടുള്ള ഒരു സെറ്റ് ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ് ഞങ്ങൾ. കാരണം 3 ഓയിൽ കമ്പനീസും എന്ന് പറയുന്നത് ഗവൺമെൻറ് കമ്പനീസാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഡയറക്ഷനാണ് അനുസരിച്ച് മാത്രമേ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അതൊരു വശം. രണ്ടാമത്, കമ്പനികൾ പറയുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള എസെൻഷ്യൽ സർവീസസിന് മാത്രം കൊടുക്കുക. എസെൻഷ്യൽ സർവീസസ് എന്ന് പറയുമ്പോഴത്തേക്കും ഹോസ്പിറ്റൽസ്, ഗവൺമെൻറ് ക്യാൻറ്റീൻസ്, കോളേജസ്, സ്കൂൾസ്, സ്കൂൾ ക്യാൻറ്റീൻ, അതുപോലുള്ള ഹോസ്റ്റൽസ്, ആ സ്കൂളിൻ്റെയും കോളേജിൻ്റെ ഹോസ്റ്റൽസ്, ഇവിടെയൊക്കെ മാത്രമേ കൊടുക്കാൻ ഞങ്ങളോട് പറയുന്നുള്ളൂ. ഹോട്ടൽസിൻ്റെ കാര്യത്തിൽ ഗവൺമെൻറ് ഇങ്ങനെ ഒരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു വിധത്തിൽ നോക്കിയാൽ അതൊരു കരുതലാണ്. കാരണം അല്ലെങ്കിൽ വീടുകളിലേക്കും കൂടിയുള്ള സിലിണ്ടറുകൾ നിന്നുപോയി ഒരു വലിയ ക്ഷാമത്തിലേക്കായിട്ട് മാറും. ഇപ്പം ഞാൻ പറഞ്ഞു കേട്ടു, ബ്ലാക്ക് മാർക്കറ്റിൽ 4000 രൂപയും അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ ആയിട്ട് സിലിണ്ടറിൽ കിട്ടുന്നുണ്ടെന്നുള്ളത്. അതുമൊക്കെ സത്യമായിരിക്കാം. കാരണം യുദ്ധം പോലെ നടക്കുന്ന ഒരു വലിയ സംഭവം നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ അത് വെച്ച് മുതലെടുക്കുന്ന പലരും ഉണ്ടാവും. അത് നമ്മുടെ നാട്ടിലെ നമ്മുടെ ഒരു ക്രോസ് സെക്ഷൻ ഓഫ് ദ സൊസൈറ്റിയാണ്. നമ്മുടെ ജനങ്ങളുടെ ഒരു ക്രോസ് സെക്ഷൻ തന്നെയാണ് ഡിസ്ട്രിബ്യൂട്ടർ ഫ്രട്ടേണിറ്റിയിലും അല്ലെങ്കിൽ ഞങ്ങളുടെ ഡെലിവറി ബോയ്സിലും ഒക്കെ ഉള്ളത്. അപ്പോൾ ചിലരെങ്കിലും ആ രീതി വഴി ചിന്തിച്ചാൽ നമുക്ക് അത്ഭുതപ്പെടാനില്ല. അതിനകത്ത് ഞങ്ങൾക്ക് തർക്കമില്ല. പക്ഷേ മോർ ഓർ ലെസ് ഇപ്പോൾ ഭയങ്കര ചെക്കിംഗ് ആണ്. ഐ വുഡ് സേ ഒരു 95% ഡിസ്ട്രിബ്യൂട്ടേഴ്സും വളരെ കൃത്യമായിട്ട് റെക്കോർഡ്സ് വെച്ച് കമ്പനികൾ പറയുന്നതിൻ്റെ അനുസരിച്ച് അതിൻ്റെ അവിടുത്തെ സെയിൽസ് ഓഫീസേഴ്സിൻ്റെ ഡയറക്ഷൻസ് മാത്രമാണ് കൊടുക്കുന്നത്. ശരി, അതിൽ കൂടുതൽ കൊടുക്കാൻ പാടില്ല. കാരണം ഞങ്ങൾക്ക് അതിനുള്ള സിലിണ്ടേഴ്സ് തരുന്നില്ല. ശരി. ഇപ്പോൾ ഈ വന്നെത്തിയ 2 കപ്പലുകളിലെ സ്റ്റോക്ക് വെച്ച് നോക്കുമ്പോൾ കേരളത്തിന്റെ നിലവിലുള്ള ക്ഷാമത്തിന് എത്ര ശതമാനം പരിഹാരമായിട്ടുണ്ട് എന്നാണ് താങ്കൾ കരുതുന്നത്? ഇത് വന്നെത്തിയത് കേരളത്തിലേക്ക് മാത്രമായിട്ടല്ലോ വരുന്നത്. അതെ, ഇതൊരു ഓൾ ഓവർ ഇന്ത്യ ഫിനോമിനൻ അല്ലേ? അതെ. അപ്പോൾ കേരളത്തിലേക്ക് മാത്രമായിട്ട് ഇത് കേരളത്തിലേക്ക് അലോട്ട്മെന്റ്, മറ്റത് വരുന്നത് നാഗാലാൻഡിലേക്ക് അലോട്ട്മെന്റ് അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലേക്ക് അലോട്ട്മെന്റ് എന്നുള്ള രീതിയിലല്ല വരുന്നത്. ഇവിടെ LPGയിൽ നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങളും കുറവാണ്. ഏത് രാജ്യത്താണെങ്കിലും. നമ്മുടെ രാജ്യത്ത് തന്നെ 2 സ്ഥലത്ത് ഇത് സ്റ്റോർ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. ഒന്ന് കൊങ്കൺ കോസ്റ്റിലുണ്ട്, പിന്നെ ഒന്ന് വിജയവാഡയിലുണ്ട്, വൈശാഖിലുണ്ട്. അവിടെ 2 മാത്രമേ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സ്റ്റോർ ചെയ്യുന്നതിനും ലിമിറ്റേഷൻസ് ഉണ്ട്. ഇത് ഹൈ പ്രഷർ സിറ്റുവേഷനിൽ ഒരു ലിക്വിഡായിട്ട് പ്രൊപ്പേനും ബ്യൂട്ടേനും ചേർന്ന് ലിക്വിഡായിട്ടാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റോറിങ്ങിൻ്റെ ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഇത് കൂടുതലും എങ്ങനെ വന്നുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ഇത് 6 ദിവസം കൊണ്ട് നമ്മുടെ GCC കൺട്രീസിൽ നിന്ന് ഇവിടെ LPG വന്നുകൊണ്ടിരുന്നതാണ്. ഈ യുദ്ധം വരുമെന്നോ അല്ലെങ്കിൽ യുദ്ധം ഇങ്ങനെ ഇത്തരത്തോളം രീതിയിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിലേക്ക് മാറുമെന്നോ നമ്മളാരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇതിനു മുമ്പും ഇസ്രായേലും ഇറാനും അല്ലെങ്കിൽ ഹമാസും കൂടി അടിച്ചു. അന്നൊന്നും നമുക്ക് പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ ഇത് വലിയ രീതിയിൽ മാറിയപ്പോൾ നാച്ചുറലായിട്ട്
ഇതെല്ലാവരും അഫക്റ്റഡ് ആണ്. ഞങ്ങൾക്ക് ഇതിനകത്ത് പറയാവുന്നുള്ള ഒരു കാര്യം, ഒരു യുദ്ധം വന്നാൽ എല്ലാവരും സഫർ ചെയ്യും. നമ്മുടെ വീട്ടിലൊരു ഇഷ്യൂ വന്നാൽ നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു രാജ്യത്തിനൊരു ഇഷ്യൂ വരുമ്പോൾ എല്ലാവരും കഴിയുന്നത്ര രീതിയിൽ സഹകരിക്കണം. ഞങ്ങൾക്ക് ഭയങ്കര ഭീകരമായിട്ടുള്ള നഷ്ടമാണ് ഇത്. ഹോട്ടൽ ഉടമസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിനേക്കാൾ ഭീകരമായിട്ടുള്ള നഷ്ടമാണ്. അപ്പോൾ പലരും എന്നോട് പറഞ്ഞത്, പണിക്കാരെ ഇപ്പോൾ പിരിച്ചുവിട്ടാൽ 10-60 പണിക്കാർ, എന്നോട് ഒരു ഹോട്ടലുകാരൻ പറഞ്ഞാൽ എനിക്ക് 60 പണിക്കാരുണ്ട്, വന്ന് എല്ലാവരും തന്നെ ആസാമിൽ നിന്നും ബംഗാളിൽ നിന്നും ഉള്ളവരാണ്. അവർക്ക് ഭക്ഷണം, സിലിണ്ടർ ഇല്ലെങ്കിൽ 60 പേർക്ക് ഒരു ദിവസം ഭക്ഷണം കൊടുത്ത് കാശും കൊടുത്ത് ഞാൻ നിർത്തണം. ഇത് പൂട്ടാമെന്ന് വിചാരിച്ചാൽ അവർ പോയാൽ എന്നിനി തിരിച്ചു വരുമെന്നും എന്ന് തുറക്കുമെന്നും അറിയില്ല. അവരുടെ ഒരു വലിയ പ്രെഡിക്കമെന്റ് ആണ്. വി അക്സെപ്റ്റ്, വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ശരി, എന്ത് ചെയ്യും? ശരി, വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, ഹോട്ടൽ മേഖലയിലുള്ളവരുടെ ആശങ്കകളാണ് അവർ പങ്കുവച്ചത്. ഇതിനൊരു പരിഹാരം കാണാൻ ഭരണപക്ഷത്തിനുള്ള ഗവൺമെൻറ്റുകൾക്ക് ബാധ്യതയില്ലേ? ശ്രീ ജെയിംസ്, നമ്മുടെ രാജ്യത്ത് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ചുകൊണ്ടുള്ള വിതരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഹൗസ് ഹോൾഡ് ആയിട്ടുള്ള ആളുകളുടെ കൺസംഷൻ ബേസ് ചെയ്തുകൊണ്ടാണ് ഡിസ്ട്രിബ്യൂഷൻ ഇപ്പോൾ പ്രധാനമായും സർക്കാർ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നത്. മറ്റൊന്ന്, അത്യാവശ്യ മേഖലകൾ എന്നുള്ള നിലക്ക് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെയുള്ള മേഖലകളിലാണ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്. ഹോട്ടലുകൾക്ക് പരിച്ഛേദം നിർത്തി എന്നുള്ള വാദമില്ലല്ലോ, അങ്ങനെയില്ല. അവർക്ക് കിട്ടുന്ന സിലിണ്ടറുകളുടെ എണ്ണം കുറയുക എന്നുള്ളതാണ് സംഭവിച്ചിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ 5 സിലിണ്ടർ കിട്ടുന്നവർക്ക് 2 സിലിണ്ടറായി കുറയുന്നു, 10 സിലിണ്ടർ കിട്ടുന്നവർക്ക് 3 സിലിണ്ടറായി കുറയുന്നു. സിലിണ്ടറുകളുടെ എണ്ണമാണ് കുറയുന്നത്. അപ്പം പൂർണ്ണമായും നിർത്തുക എന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിൽ ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എങ്കിൽ പോലും അതിൻ്റെ സാഹചര്യത്തിൽ കുറവുണ്ടാകുന്നു. ഇത് പ്രധാനമായിട്ടും കാണേണ്ടത്. ഇപ്പം നമ്മളൊരു പ്രത്യേകമായിട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ രാജ്യം മാത്രമല്ല ലോകം മുഴുവൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇറാനും ഇസ്രായേലുമായിട്ടുള്ള പ്രശ്നങ്ങൾ എത്രയോ കാലങ്ങളായി നിലനിൽക്കുന്നുണ്ട്. അവിടെ ഹോർമിസ് കടലിടുക്ക് അടച്ചുകൊണ്ടുള്ള ഒരു പ്രശ്നത്തിലേക്ക്, പ്രതിസന്ധിയിലേക്ക് ഇറാൻ കടക്കുമെന്ന് ലോകത്ത് ഒരു രാജ്യവും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ആ സാഹചര്യമാണ് പ്രത്യേകമായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത്. എന്താ അതിൻ്റെ കാരണം? അമേരിക്കയും ഇസ്രായേലുമായിട്ടുള്ള പ്രശ്നത്തിന്റെ പുറത്ത് അവർക്ക് ആ രാജ്യത്തിന് നഷ്ടപ്പെട്ടിട്ടുള്ളത് അവരുടെ ഏറ്റവും പരമോന്നത നേതാവും അവരുടെ കുടുംബവും അടക്കമുള്ള ആയത്തുള്ള ഖൊമേനിയുടെ കുടുംബവും അവരുമായി ചേർന്നുകൊണ്ട് നിൽക്കുന്ന മുഴുവൻ ആളുകളും. ഇന്നലെയൊക്കെ പുറത്തു വന്നിട്ടുള്ള വാർത്തകൾ അനുസരിച്ച് ആ രാജ്യത്തിന്റെ തൊട്ടടുത്ത രണ്ടാമത്തെ സെക്യൂരിറ്റി യുടെ ചാർജുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ചാർജുകൾ വഹിക്കുന്ന മുഴുവൻ ആളുകളും മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു രാജ്യം ഒരു വലിയ യുദ്ധക്കെടുതിയെ അനുഭവിക്കുകയും അതിന്റെ പുറത്ത് രാജ്യം പിടിച്ചു നിൽക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി അവരുടേതായിട്ടുള്ള മെഷേഴ്സ് എടുക്കുന്നു. അതിന്റെ ഭാഗമായി അവർക്ക് സമ്മർദ്ദം ചെലുത്താനുള്ള ഏക മേഖല എന്ന് പറയുന്നത് ഹോർമിസ് കടലിടുക്കാണ്. അത് മറ്റ് രാജ്യങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ലോകത്തിലെ മറ്റ് ഏഷ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചാണെങ്കിലും മറ്റ് രാജ്യങ്ങളെ സംബന്ധിച്ചാണെങ്കിലും ഒക്കെ വ്യാപാരം കടന്നു പോകുന്ന അല്ലെങ്കിൽ അവിടത്തേക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഷിപ്പുകൾ കടന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണത്. അതിൽ ഉണ്ടാകുന്ന തടസ്സം സൃഷ്ടിക്കൽ എന്ന് പറയുന്നത് ലോകത്തെ സമ്മർദ്ദത്തിലാക്കി ഇസ്രായേലിനെ ആണെങ്കിലും അമേരിക്കയാണെങ്കിലും ഒരു സമ്മർദ്ദ തന്ത്രത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനമാണ്. അതല്ലെങ്കിൽ അവരുടെ ഭരണപരമായിട്ടുള്ള തീരുമാനമാണ്. അത് നമ്മളെ കൂടി ബാധിക്കുന്നു. നമ്മളെ മാത്രമല്ലല്ലോ. ഉദാഹരണത്തിന് അതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത് ജെയിംസ്, ഗൾഫ് മേഖലകളിൽ ജോലിയെടുക്കുന്ന എത്രയോ ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ലക്ഷക്കണക്കിന് വരുന്ന ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ ജീവിതം, അവരുടെ തൊഴില്, അവരുടെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം പ്രതിസന്ധിയിലായി നിൽക്കുകയാണ്. പ്രത്യേകിച്ച് UAE ആണെങ്കിലും ബഹ്റിലാണെങ്കിലും സൗദി ആണെങ്കിലും ഒക്കെ ഖത്തർ ആണെങ്കിലും ഒക്കെ വലിയ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു സമ്മർദ്ദ തന്ത്രമുണ്ട്. പ്രത്യേകിച്ച് കടലെടുക്ക് അടയ്ക്കുന്നതോടുകൂടി നമ്മളടക്കമുള്ള ആളുകൾ നമുക്ക് നേരിടേണ്ടി വരുന്നത് ശ്രീ ജെയിംസ്, നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ വലിയ പ്രശ്നം, പ്രത്യേകിച്ച് ഏഷ്യൻ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഈ വലിയ സംഘർഷത്തിന്റെ ഭാഗമായി നമുക്ക് നേരിടേണ്ടി വരുന്ന LPGയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമാണ്. മറ്റൊരു മേഖലയിൽ നമുക്ക് തടസ്സങ്ങളില്ല, നമുക്ക് പ്രശ്നങ്ങളില്ല. നമ്മൾ ഇതിനെ ലോകത്തിപ്പോൾ ചൈനയിൽ നിന്നാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ കൊറോണ വൈറസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടില്ലേ? ലോകം മുഴുവൻ നേരിട്ടില്ലേ? ഒരു രാജ്യമല്ലല്ലോ. ഏതാണ്ട് 60 ദിവസത്തോളം ലോകത്തെ എല്ലാ രാജ്യങ്ങളും അടച്ചിടുന്ന സാഹചര്യം ഉണ്ടായില്ലേ? അപ്പോൾ നമ്മുടെ രാജ്യത്തെ മാത്രമല്ല എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുന്ന ഒരു
പൊതുസ്ഥിതിയാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി ഇസ്രായേൽ സന്ദർശിക്കുമ്പോൾ അങ്ങനെ ഒരു സൂചന പോലും ഇല്ലല്ലോ. നമ്മുടെ പ്രധാനമന്ത്രി ഇസ്രായേലിൽ നിന്ന് തിരിച്ചു വന്ന് 2-ാമത്തെ ദിവസം 3-ാമത്തെ ദിവസമാണ് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പ്രശ്നം ആരംഭിക്കുന്നത്. അതിൽ പിന്നെ ഉണ്ടാകുന്നത് നമ്മളൊന്നും കാണാത്ത തരത്തിൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ അവരുടെ രാജ്യത്തിന്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെടുന്നു, അവരുടെ വലിയ ആക്രമണം നടക്കുന്നു, വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നു. ലോകം മുഴുവൻ അതിന്റെ പ്രതിസന്ധിയിലേക്ക് മാറുക. അപ്പോൾ പെട്ടെന്നുണ്ടാകുന്നൊരു പ്രതിസന്ധിയാണിത്. അതാണ് ഞാൻ കൊറോണയുമായി ഈ സാഹചര്യത്തെ താരതമ്യപ്പെടുത്തിയത്. പെട്ടെന്നുള്ളൊരു സാഹചര്യം വളരെ പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടിപ്പുറപ്പെടുകയല്ലേ. ഞാൻ അതിനോട് യോജിക്കുന്നു. എങ്കിൽ തന്നെ ഹോർമൂസ് കടലെടുക്ക് ആണ് അവരാദ്യം അടയ്ക്കുക എന്നുള്ളൊരു ധാരണ ലോകം മുഴുവനുള്ള നേതാക്കന്മാർക്ക് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്താഗതി നിലനിന്നിരുന്നു. അവർക്ക് തടയാൻ പറ്റുന്ന മറ്റ് രാജ്യങ്ങളെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കാൻ പറ്റുന്ന, പ്രതിരോധത്തിലാക്കാൻ പറ്റുന്ന മാർഗമാണ് ഹോർമൂസ് കടലെടുക്കുക. അതവർ അടയ്ക്കും എന്നുള്ള സൂചനകൾ യുദ്ധം ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ഉണ്ടായിരുന്നു. പല രാജ്യങ്ങളും അതിനെതിരെ നടപടികൾ സ്വീകരിക്കുകയും അതിനാവശ്യമായ രീതിയിൽ പ്രവർത്തനങ്ങൾ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾക്ക് അതിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വസ്തുതയല്ലേ? അല്ല, ഉദാഹരണത്തിന് ആയത്തുള്ള ഖൊമേനി കൊല ചെയ്യപ്പെടുമെന്ന് നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിച്ചതാണോ? അങ്ങനെയല്ലല്ലോ. അത്രയും വലിയൊരു ആക്രമണം നടന്നു കഴിഞ്ഞാൽ രാജ്യം അത്രയും വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്നുള്ളത് വലിയ തരത്തിൽ ഉണ്ടായിട്ടുള്ളൊരു മാറ്റമാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിലേക്ക് കടന്നു വരുന്ന പെട്രോളിയം മേഖലയുടെ, ഇന്ത്യ മാത്രമല്ല ഏഷ്യൻ രാജ്യങ്ങളിലേക്ക്, ചൈന അടക്കം, പാകിസ്ഥാൻ അടക്കം, അഫ്ഗാൻ അടക്കമുള്ള പല മേഖലകളിലേക്കും കടന്നു വരുന്ന കപ്പലുകൾ എന്ന് പറയുന്നത് ഏറ്റവും ഈസി ആയിട്ട് വരാനുള്ള മാർഗം ഇതാണ്. ആ ഈസി വേ എന്ന് പറയുന്ന സ്ഥലത്തു കൂടെ കടന്നു വരാനുള്ള അത് പെട്ടെന്ന് സൃഷ്ടിക്കാൻ കഴിയുന്നതല്ല ജെയിംസ്. അതിന്റെ കാരണം നമ്മളുടെ രാജ്യത്തേക്ക് നമുക്ക് പിന്നെ എണ്ണ വരാനോ അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസ് വരാനോ ഉള്ള ഒരു സാധ്യതയുള്ളത് പിന്നെ റഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അവിടെയാണല്ലോ വീണ്ടും നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. നമ്മൾ എപ്പോഴും ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ വേണ്ടി സർക്കാർ എടുക്കുന്ന നടപടി എനിക്ക് തോന്നുന്നത് വളരെ പെട്ടെന്ന് തന്നെ കേന്ദ്ര ഗവൺമെന്റ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലാണെങ്കിലും പ്രധാനമന്ത്രി ഇറാനുമായി സംസാരിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തേക്ക് ഈ തരത്തിൽ LPG ആയിട്ടാണെങ്കിലും മറ്റ് കപ്പലുകളുടെ സുഗമമായിട്ടുള്ള യാത്രയാണെങ്കിലും അതൊക്കെ തടസ്സം കൂടാതെ കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളത് ഇറാന്റെ ഇവിടുത്തെ സ്ഥാനപതി ഉറപ്പ് കൊടുക്കുന്ന സാഹചര്യമുണ്ടായി. ഇത് ഒരു ആശാവഹമായിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ആ പ്രതിസന്ധികളെ അതാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഹോട്ടൽ ഉടമകളെ സംബന്ധിച്ച്, അതിന്റെ നടത്തിപ്പുകാരെ സംബന്ധിച്ച് പൂർണ്ണമായും നിരോധിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഡിസ്ട്രിബ്യൂഷൻ അസോസിയേഷന്റെ ശ്രീ സണ്ണിക്ക് അറിയാമല്ലോ, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അങ്ങനെ. പിന്നെ പൂഴ്ത്തി വെക്കുക എന്ന് പറയുന്നത്, ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മുഴുവൻ നല്ലവരാണ്. ഇപ്പൊ ശ്രീ സണ്ണി സൂചിപ്പിച്ചു, അവരിലുണ്ട് ഞാൻ ഒരാളെയും കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എങ്കിൽ പോലും 15,000 സിലിണ്ടറുകളാണ് കഴിഞ്ഞ ദിവസം പിടിച്ചെടുത്തുള്ളത്. ഇപ്പൊ നമ്മുടെ രാജ്യത്ത് നോട്ട് നിരോധിക്കുന്ന സാഹചര്യമുണ്ട്. ശ്രീ ജെയിംസിന് അറിയാമല്ലോ, അങ്ങയുടെ മേഖല ഇതല്ലേ. നോട്ട് നിരോധിക്കുന്നു എന്ന് വാർത്ത വന്നതിന്റെ പിറ്റേ ദിവസം മുതൽ നമ്മുടെ ബാങ്കുകളുടെ മുമ്പിൽ ക്യൂ നിന്ന് ആളുകൾ ബഹളമുണ്ടാക്കുകയാണ്. സിലിണ്ടർ കുറയാൻ പോകുന്നു എന്ന് കാണുമ്പോൾ നമ്മുടെ രാജ്യത്തെ 35 കോടി ആളുകളും ഒരുമിച്ച് ഒരേപോലെ തന്നെ വീണ്ടും സിലിണ്ടറുകൾ ബുക്ക് ചെയ്യാൻ. അപ്പൊ നമ്മുടെ രാജ്യത്തെ ബുക്കിംഗ് സംവിധാനം എനിക്ക് തോന്നുന്നു സർക്കാർ ഇപ്പോൾ ഡേറ്റുകൾ നീട്ടി, 30 ദിവസം എന്നുള്ളത് 45 ദിവസത്തേക്ക് നീട്ടുക എന്നൊക്കെയുള്ള സ്ഥിതിയിലേക്ക് വന്നു. അപ്പൊ പാനിക്കായി ആളുകൾ വളരെ വളരെ പെട്ടെന്ന് ഈ സാഹചര്യത്തിലേക്ക് പൊരുത്തപ്പെടുന്നതിന് പകരം, അല്ലെങ്കിൽ ആ സാഹചര്യത്തെ മനസ്സിലാക്കുന്നതിന് പകരം തങ്ങൾക്ക് ഒരു സിലിണ്ടർ കിട്ടുന്നത് 3 സിലിണ്ടർ കിട്ടുമോ എന്ന് നോക്കിക്കാണുന്ന ഒരു സാഹചര്യത്തിലേക്ക്. ശരി, വ്യക്തമാണ്. ഞാൻ നടപടിയാണ്. ശ്രീ മധുസൂദനിലേക്ക് ഒന്ന് പോവാണ്. ശ്രീ ബി മധുസൂദനൻ നായർ, ഇന്ധന ഇറക്കുമതിയിലെ ഇത്തരം അനിശ്ചിതത്വങ്ങൾ കണക്കിലെടുത്ത് ഹോട്ടൽ മേഖല മറ്റ് മാർഗങ്ങൾ തേടേണ്ടതല്ലേ? ഭാഗികമായിട്ടെങ്കിലും ഇലക്ട്രിക് സംവിധാനങ്ങളിലേക്ക് മാറുന്നതിനെ കുറിച്ച് നിങ്ങൾ ഗൗരവമായി ചിന്തിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇലക്ട്രിക് സംവിധാനങ്ങൾ ചിന്തിക്കാനേ ഞങ്ങൾക്ക് പറ്റില്ല. 7A താരിഖാണ് ഞങ്ങളുടേത്. അത് കിട്ടുന്ന പൈസ മുഴുവൻ ഇനി ഇലക്ട്രിസിറ്റി ബോണ്ടിന് കൊടുക്കാനേ ഉണ്ടാവും. കാര്യം എല്ലാം ചെറുകിട ഹോട്ടലുകാരാണ്. വളരെയധികം യാതന കഷ്ടതയൊക്കെ അനുഭവിക്കുന്ന ഹോട്ടൽ മേഖലയാണ് ഞങ്ങളുടേത്. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഒരു കുടുംബം പണി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. 2, 3 തൊഴിലാളികളും അല്ലാതെ കുറച്ചുകൂടെ വലുതായ ഒരു 10-15 തൊഴിലാളികളും ഒക്കെ ഉള്ള ഹോട്ടലുകളാണ്. ഏകദേശം തിരുവനന്തപുരം ജില്ലയിൽ തന്നെ 4600 ഹോട്ടലുകളുണ്ട്. ഏകദേശം എല്ലാവരെയും ഞങ്ങൾ നേരിൽ കാണുകയും അതിനുള്ള പരിഹാരങ്ങൾ ഉണ്ടാക്കുകയും ഞങ്ങളുടെ വാട്സപ്പ് മുഖേന മെസ്സേജുകൾ ഇടുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ
ഇപ്പം അതുപോലെ തന്നെ ഈ വിറകടുപ്പ്, ഈ പാലക്കാട് തമിഴ്നാട്ടിലൊക്കെ അതിനൊക്കെ 12,000 രൂപ 15,000 രൂപ വിറകടുപ്പിന്റെ അതിനിപ്പം ഈ 48,000 രൂപ 50,000 രൂപ 60,000 രൂപ റേറ്റ് ആയിരിക്കുകയാണ്. ഏകദേശം 3 ഇരട്ടി 4 ഇരട്ടി കൂടിയിരിക്കുകയാണ്. ഇത് ഞങ്ങളെ കൊണ്ട് താങ്ങാൻ സാധിക്കുകയില്ല. അതാണ് അത് ഗവൺമെന്റ് നമുക്ക് എന്തെങ്കിലും ഒരു സബ്സിഡി തരണം. അതാണ് ചെയ്യാനുള്ളത്. ഇങ്ങനെ ഈ അവസരത്തിൽ ഗവൺമെന്റ് ഞങ്ങൾക്ക് സബ്സിഡി തരണം. ഹോട്ടൽ മേഖല അതീവ ഗുരുതരമായ ഉണ്ടായല്ലോ. ഞങ്ങൾ ഹോട്ടലുകാര് ഞങ്ങൾ സഹായിച്ചല്ലോ. ഞങ്ങൾ അവിടെ ഏകദേശം ഒരു മാസത്തോളം ഞങ്ങളാണ് ഫുഡ് ഉണ്ടാക്കി കൊടുത്തത്. അസോസിയേഷൻകാരാണ് ഫുഡ് ഉണ്ടാക്കി കൊടുത്തത്. ഞങ്ങളുടെ ചെലവിലാണ്, ആരുടെയും ചെലവിലല്ല. ഞങ്ങൾ വേറെ പുറത്തുനിന്ന് പിരിച്ചിട്ടുമില്ല. ഹോട്ടലുകാരുടെ മാത്രം ചെലവിലാണ് വയനാട് സംരക്ഷിച്ചത്. എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണല്ലോ. അതുപോലെ ഹോട്ടലിനെ സംരക്ഷിക്കാൻ വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാവണം. അതെന്തുകൊണ്ട് തയ്യാറാവുന്നില്ല? ഹോട്ടൽ മേഖല ഒരു നിലനിൽപ്പ് ഭീഷണി തന്നെ നേരിടുന്ന അവസ്ഥയാണിത്. തീർച്ചയായിട്ടും. എന്താണ് ഇതിനൊരു പരിഹാരം? അത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആലോചിച്ചാലേ നടക്കാവും. ഞങ്ങൾ പറയുകയാണ്, ഞങ്ങളുടെ ഈ ചെറുകിട ഹോട്ടലുകാരെ MSMEയിലാക്കണമെന്ന് വർഷങ്ങളോളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇതുവരെ അത് നടപ്പിലാക്കിയിട്ടില്ല. 5 സ്റ്റാർ 7 സ്റ്റാർ മറ്റുള്ള ഹോട്ടലുകളൊക്കെ MSMEയിലാക്കിയിട്ടുണ്ട്. ചെറുകിട ഹോട്ടലുകാർ കാര്യം 5 തൊഴിലാളികൾ 3 തൊഴിലാളികൾ 15 തൊഴിലാളികൾ MSMEയിലാക്കിയിട്ടില്ല. നിരന്തരം ഓരോ സർക്കാരുകൾ മാറി മാറി ഭരിക്കാൻ വരുമ്പോഴും ഞങ്ങൾ അവർക്ക് മെമ്മോറാണ്ടം കൊടുക്കുന്നുണ്ട്. എല്ലാം മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്ത് ചെയ്യണം എന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല. ഇത് സാധാരണ ചെറുകിട ഹോട്ടലുകാർ ആത്മഹത്യ ചെയ്യും, അത്രയേ ഉള്ളൂ. അതിനപ്പുറം വേറെ ഇവിടെ ഒന്നും സംഭവിക്കാനില്ല. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ബാബു ജോസഫ് കെ, കപ്പലുകൾ എത്തുന്നതോടെ സ്ഥിതി സാധാരണഗതിയിലാകുമോ? യുദ്ധം അവസാനിച്ചാൽ എത്ര ദിവസം എടുക്കും LPG വിതരണം സാധാരണഗതിയിലേക്ക് മടങ്ങി വരാൻ? അത് ഇന്ത്യക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എത്ര ദിവസം കൊണ്ട് എത്ര കപ്പലുകൾ വരുമെന്നും അതിൽ LPG എത്രത്തോളം പ്യുവർ LPG എത്രത്തോളം ഉണ്ടാവുമെന്നും അതല്ല ക്രൂഡാണോ കൂടുതൽ വരുന്നതെന്നും അത് റിഫൈൻ ചെയ്തിട്ടാണ് പിന്നെ അതിന് എടുക്കാൻ പറ്റുമോ ഉള്ളൂ, അതൊക്കെ ഗവൺമെൻറ്റിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതിലൊക്കെ ഉപരി ഉള്ളത് കൃത്യമായിട്ട് കിട്ടാനുള്ള ഒരു സംവിധാനം ഇവിടെ വേണം. ഇത്രയും നാളും ബുക്ക് ചെയ്യാത്ത അല്ലെങ്കിൽ സെക്കൻഡ് സിലിണ്ടറുകൾ എടുക്കാത്ത എല്ലാ കസ്റ്റമേഴ്സും ഇപ്പോൾ ഈ പ്രശ്നം വന്നപ്പോൾ ഇടിപിടിയുന്ന എല്ലാ ഗ്യാസ് ഏജൻസികളിലേക്കും വന്ന് ബുക്ക് ചെയ്യണം. അപ്പോൾ സാധാരണഗതിയിൽ ഞങ്ങൾക്കൊരു 400-450 ബുക്കിംഗ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് 850-900 മുകളിലേക്ക് ബുക്കിംഗ് ആയി. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആവശ്യമുള്ളവനും ആവശ്യമില്ലാത്തവനും 25 ദിവസം കഴിയുമ്പോഴത്തേക്കും സിലിണ്ടറുകൾ ലഭ്യമായി തുടങ്ങും. ഈ ആവശ്യമില്ലാത്തവനാണെങ്കിൽ അത് കരിഞ്ചന്തയിലേക്ക് പോകാം, അത് പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ആ സിസ്റ്റം തന്നെ ഒന്ന് റെഗുലറൈസ് ചെയ്ത് വരാനായിട്ട് 2-3 മാസം തന്നെ എടുക്കും. ഈ ആവശ്യമില്ലാത്തവർക്ക് ഇപ്പോൾ വേണ്ട എന്നുള്ള രീതിയിലേക്ക് വരാനായിട്ട്. അപ്പോൾ അതൊരു വശം. പിന്നെ ഈ ആൾക്കാർക്ക് കൃത്യമായിട്ട് ബുക്ക് ചെയ്യാനായിട്ടുള്ള സംവിധാനം വേണം. അവർ ഒരു സിലിണ്ടർ ബില്ലടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ 25 ദിവസം കഴിഞ്ഞ് നഗരങ്ങളിലും 45 ദിവസം കഴിഞ്ഞ് ഗ്രാമപ്രദേശങ്ങളിലും മാത്രമേ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത 4-5 അല്ലെങ്കിൽ 10 ദിവസത്തിനുള്ള അവൈലബിലിറ്റി ഉണ്ട്. പ്രയോറിറ്റി അനുസരിച്ച് ഈ സിലിണ്ടറുകൾ കിട്ടും. പിന്നെ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു കാലഘട്ടമാണ് ഈ വാർ എന്ന് പറയുന്നത്. നമ്മൾ ഒരു സേയിങ് തന്നെ ഉണ്ട്, വാർ എനിവെയർ ഈസ് എ ത്രെഡ് ടു പീസ് ആൻഡ് പ്രോസ്പെരിറ്റി എവ്രിവെയർ. വാർ എനിവെയർ ഈസ് എ ത്രെഡ് ടു പീസ് ആൻഡ് പ്രോസ്പെരിറ്റി എവ്രിവെയർ. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തതാണ് ഈ ഹോർമൂസ് സ്ട്രെയിറ്റ് പൂട്ടുമെന്നും അല്ലെങ്കിൽ അത് ഇങ്ങനെ ഈ രീതിയിൽ നമ്മളെ ബാക്കിയുള്ള രാജ്യങ്ങളെ മുഴുവൻ കഷ്ടത്തിലാക്കുമെന്നും നമ്മൾ ഓർത്തിട്ടില്ല. അല്ലെങ്കിൽ GCC കൺട്രീസിനെ ഇറാൻ ആക്രമിക്കുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല. അതല്ലാണ്ട് ഇതിനു മുമ്പും ഈ ഇറാഖും ഇറാനും ഇസ്രായേലും തമ്മിൽ എത്രയോ തവണ യുദ്ധം ചെയ്തു, പല പ്രാവശ്യമല്ലോ.
വേറെ ഒന്നും സംഭവിച്ചില്ലായിരുന്നു. പക്ഷേ ഇതിൻ്റെ വാറിൻ്റെ വ്യാപ്തി കൂടി, അതിനനുസരിച്ചിട്ടുള്ള ക്ഷീണം എല്ലാ രാജ്യങ്ങളിലും ഉണ്ടായി. അതിൻ്റെ ഒരു ഭാഗം നമ്മളും അനുഭവിക്കുന്നു. അതിൻ്റെ ഒരു ഭാഗം നമ്മൾ അനുഭവിക്കുമ്പോൾ അത് LPG ഡിസ്ട്രിബ്യൂട്ടറിനും അനുഭവിക്കുന്നു, ഹോട്ടലുകാരും അനുഭവിക്കുന്നു, കസ്റ്റമേഴ്സും അനുഭവിക്കുന്നു, നമ്മുടെ രാജ്യം മൊത്തത്തിൽ. ഇപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് നിർത്താം. ഇന്ന് ഒരു ഡൊമസ്റ്റിക് LPG കൊടുക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന് 500 കോടി രൂപ ഒരു ദിവസം നഷ്ടമാണ്. LPG ഡൊമസ്റ്റിക് സിലിണ്ടേഴ്സ് മാത്രം കൊടുക്കുമ്പോൾ ഒരു ദിവസം ഇന്ത്യയിൽ കൊടുക്കുമ്പോൾ 500 കോടി രൂപ രാജ്യത്തിന് നഷ്ടമാണ്. കാരണം സബ്സിഡൈസ് റേറ്റ് ആണ്. മറ്റത് നമ്മൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. അതിൽ നിന്ന് ഡൊമസ്റ്റിക് റേറ്റിനേക്കാളും എത്രയോ 1000 ചില്ലാൻ രൂപ കൂടുതലാണ് കൊമേഴ്ഷ്യൽ സിലിണ്ടറിന്. 5 സിലിണ്ടർ 5 കിലോ മാത്രമേ കൂടുതലുള്ളൂ. പക്ഷെ അത്രയും വലിയ ഒരു എമൗണ്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയും ക്ഷാമം അല്ലെങ്കിൽ ബുദ്ധിമുട്ടൊക്കെ പിടിച്ചിട്ടുള്ളൊരു കാലഘട്ടത്തിൽ ഗവൺമെൻറ്റിന് ഹൗസ് ഹോൾഡ്സിനെ ഈ 100 അല്ലെങ്കിൽ 35 കോടി കുടുംബങ്ങളെ കൈവിടാൻ പറ്റില്ല. അതൊരു ഒരു ട്രാജഡി ആയിപ്പോകും. കാരണം ഈ ഹോട്ടലുള്ളവർക്കും വീടുണ്ട്, വീടുള്ളവർക്ക് ഹോട്ടലുണ്ടാവാം. പക്ഷേ ഗവൺമെന്റിന്റെ പ്രയോറിറ്റി ഈ വീടുകൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ശരി, വ്യക്തമാണ്. അത് അനുസരിച്ചാണ് ഞങ്ങൾ ചെയ്യുന്നത്. ശരി, വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ഷൗക്കത്ത് KK, ഈ ഒരു സാഹചര്യം മുതലെടുത്ത് ചിലരെങ്കിലും കരിഞ്ചന്തയിൽ ഉയർന്ന വിലയ്ക്ക് ഗ്യാസ് വിൽക്കാൻ ശ്രമിക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് സാധാരണക്കാരനായ ഹോട്ടൽ ഉടമകൾക്ക് അത്തരം പ്രവണതകൾ ഒരു വലിയ തിരിച്ചടിയല്ലേ? അതെ, തീർച്ചയായും. അപ്പോ അങ്ങനത്തത് ഒരുപാടുണ്ട്. പക്ഷെ ഞങ്ങളുടെ അടുത്തൊന്നും അതൊരു സമീപിച്ചിട്ടില്ല. പിന്നെ ഇപ്പോൾ സാധാരണ കിട്ടുന്ന റേറ്റിന്റെ ഇരട്ടി റേറ്റിനൊക്കെ ചില ആളുകൾ വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ കരിഞ്ചന്ത എന്നുള്ള ഒരു കാര്യം നമ്മൾ നല്ലോണം ഭയക്കേണ്ട കാര്യം തന്നെയാണ്. പിന്നെ ആ കാര്യങ്ങൾ കയറി വരുമ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടാകാം. ഗ്യാസിന്റെ ലഭ്യത കുറഞ്ഞതോടെ ഹോട്ടലുകളിലെ ഭക്ഷണത്തിന്റെ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും വ്യത്യാസം വരുന്നുണ്ടോ? ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും വ്യത്യാസം വരും. അതുകൊണ്ടാണ് ഞങ്ങളിവിടെ ഈ ചില മെനു വെട്ടിച്ചുരുക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെങ്കിലും ഒപ്പിച്ച് കൊടുക്കാൻ പറ്റും. പക്ഷെ എന്താണ്, ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ആ ഐറ്റം തന്നെ ഇല്ല എന്ന് പറയുന്നത്. അതാണ് അവിടെ വരുന്ന ഒരു വിഷയം. ക്വാളിറ്റിയിൽ ഞങ്ങളൊരു കോംപ്രമൈസും ചെയ്യില്ല, ആരും ചെയ്യില്ല. അതുകൊണ്ടാണ് ആ മെനു അതിൽ കട്ട് ചെയ്യുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞതുപോലെ ഗ്യാസിന്റെ കിട്ടുന്നതിന്റെ എണ്ണം അല്ല പറഞ്ഞു. ഞങ്ങൾക്കും തീരെ കിട്ടാണ്ടായിട്ട് ഇപ്പോ 4-5 ദിവസമായി. തീരെ ഗ്യാസ് വരുന്ന തന്നെയല്ല. എന്നിട്ട് ഞങ്ങളിപ്പോ വിറക് കൊണ്ടൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. എത്ര ദിവസം പോകുന്നു അറിയില്ല, കഴിയുന്നത്ര പോകും. അപ്പൊ എന്താ, ഈ സ്റ്റാഫിനെ നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കാൻ പറ്റൂല. ആ ഒരു രീതിയിൽ എപ്പോഴാ തീരെ ഒന്നും അറിയത്തില്ലല്ലോ. പിന്നെ ഇതിലെന്താ, ഇതിന്റെ ഒരു എപ്പോ തീരുന്നുള്ള ഡേറ്റ് കിട്ടാത്തത് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട്. ഈ സ്റ്റാഫിനെ നമ്മളെന്തായാലും ഇവിടെ നിർത്തണം, അവർക്ക് സാലറി കൊടുക്കണം. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ അകത്ത് കൂടുതലും വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അടച്ചുപൂട്ടലിന്റെ വക്കിലേക്ക് വരും. പിന്നെ ഇത് നമ്മൾ തുറക്കുന്ന സമയത്ത് ഈ സ്റ്റാഫുകളൊക്കെ പിന്നെയും കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുവരാൻ അറിയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. ഒന്നാമത് ഇപ്പോൾ തന്നെ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തുകൊണ്ട് കുറെ ആളുകൾ ഇപ്പൊ പോകാനുള്ള തയ്യാറെടുപ്പ് നിൽക്കുകയാണ്. അതിന്റെ ഇടക്കൂടാണ് ഈ ബുദ്ധിമുട്ട് കൂടി വന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ തന്നെ ഇപ്പോ ഞങ്ങള് മധുസൂദനായിട്ട് പറഞ്ഞതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു സബ്സിഡിയോ അല്ലെങ്കിൽ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു നടപടിയോ ഒരു പ്രഖ്യാപനം വരണ്ടേ ഈ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ എന്തെങ്കിലും ഒരു മാർഗം ഇതില്. ശരി, വ്യക്തമാണ്. താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ B. മധുസൂദനൻ നായർ, ഹോട്ടൽ മേഖല വിവിധ തരത്തിലുള്ള സമര പരിപാടികൾ പ്ലാൻ ചെയ്യുന്നതായിട്ടാണ് അറിയുന്നത്. ഏതെല്ലാം തരത്തിൽ ഉള്ള സമര പദ്ധതികളാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്? ഞങ്ങൾ നാളെ 19-ാം തീയതി രാവിലെ 11 മണിക്ക് പനമ്പള്ളി നഗറില് അവർ ONGC പിക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടി നോട്ടീസ് കൊടുത്തിരുന്നു, അറിയിപ്പ് കൊടുത്തിരുന്നു. അതനുസരിച്ച് ഇന്ന് ഞങ്ങൾ 1 മണിക്ക് അവരുമായിട്ടൊരു ചർച്ച നടത്തി. അവർ തന്നെ ഞങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചു. ഇനി അങ്ങനെ ഉണ്ടാവില്ല, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള സിലിണ്ടർ ലഭ്യമാവും എന്നുള്ള ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ആ ചർച്ച ഞങ്ങൾ ആ സമര പരിപാടി അങ്ങ് മാറ്റിവെച്ചു. നാളത്തെ 19-ാം തീയതി 23-ാം തീയതി ഞങ്ങൾ കേരളത്തിലുടനീളം ചെറുതും വലുതുമായ എല്ലാ ഹോട്ടലുകളും അടച്ചിടാൻ തീരുമാനിച്ചു. സൂചനാ പണിമുടക്ക് മാത്രം. അത് നോക്കിയിട്ട് പിന്നെ അനിശ്ചിതകാലത്ത് ഹോട്ടലുകൾ അടച്ചിടുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ 19-ാം തീയതി മാറ്റി വെച്ചിട്ടുണ്ട്. എല്ലാ ജില്ലയിൽ നിന്നും ഉള്ള ആൾക്കാര് പനമ്പള്ളി നഗറിൽ എത്തണമെന്ന് ഞങ്ങൾ സംസ്ഥാന
നമ്മുടെ പ്രസിഡന്റ് ശ്രീ ജയപാൽ സാർ ഞങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. ശരി ശരി. ഈ ഹോട്ടൽ മേഖല ഇത്ര കടുത്തൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇതിനോടുള്ള ഒരു പ്രതികരണത്തെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബഹുമാനപ്പെട്ട പെട്രോളിയം വകുപ്പ് മന്ത്രി നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ബഹുമാനപ്പെട്ട മേയർ വിളിച്ചു കൂട്ടിയ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് വീഡിയോ കോൺഫറൻസ് ഇട്ട് മേയർ തന്നെ അദ്ദേഹവുമായിട്ട് സംസാരിച്ചിട്ട് സ്പീക്കറിലിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു 20% കൂട്ടിത്തരാമെന്ന് ഞങ്ങൾ ഏറ്റു എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് 4 ദിവസമായി ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. വളരെയധികം വിഷമമുണ്ടാകും. ശരി, അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ ഹോട്ടൽ മേഖല തകർന്നിരിക്കുകയാണ്. അതിനുള്ള പരിഹാരം കിട്ടുന്നില്ല. വാക്കാലും പത്രത്തിലും വീഡിയോ ചാനലുകളിലും വരുന്നതല്ലാതെ ഞങ്ങളുടെ കൈവശം ഇത് എത്തുന്നില്ല. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ശരി, നമ്മുടെ സമയം ഇവിടെ പൂർണ്ണമാകുകയാണ്. ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധി വെറും ഒരു അന്താരാഷ്ട്ര പ്രശ്നമായി മാത്രം കാണേണ്ടതല്ല, അത് നമ്മുടെ അടുക്കളകളിലൂടെയും എത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ്. വിതരണ ശൃംഖലയും വില നിയന്ത്രണവും സർക്കാരിൻ്റെ ഇടപെടൽ നിർണായകമാണ്. ചില കപ്പലുകൾ കടന്നുപോയത് ആശ്വാസമാകാം, പക്ഷേ പ്രതിസന്ധി പൂർണ്ണമായി മാറിയിട്ടില്ല. കേരളം പോലുള്ള ഉപഭോക്തൃ സംസ്ഥാനങ്ങൾ കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ട് പോകേണ്ട സമയമാണിതെന്നാണ് ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരും തന്നെ സൂചിപ്പിക്കുന്നത്. ബിസിനസ് ഡയലോഗ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, ബാബു ജോസഫ് കെ, ബി മധുസൂദനൻ നായർ, ഷൗക്കത്ത് കെ നന്ദി. മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച കാണാം. നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.